നടക്ക്. അപ്പാ, ചേച്ചി ആരെ കൊന്നേ? ഇതാണ് എൻ്റെ നഗരം. ഞാനറിയുന്ന, എന്നെ അറിയാത്ത എൻ്റെ നഗരം. അറിയപ്പെടുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ല. പക്ഷേ ചിലതൊക്കെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ കടമയാണ് താനും. അതെന്നെ തിരിച്ചറിയിക്കുന്നത് അവളാണ്, ദ്രൗപദി. ലജ്ജയിലെ ഭാരതന്മാരെ, നിറകെട്ട ഈ കാഴ്ചകൾ കണ്ടിരിക്കും. കാത്തുരക്ഷിച്ച സനാതന മൂല്യങ്ങൾ അത്രയും കള്ളച്ചൂതിൽപ്പെട്ട് കാലം ചെയ്ത ഈ കുരുക്ഷേത്ര ഭൂമി ബഹുമാന്യതയായി വിരാജിക്കേണ്ട ഈ ഭാരതപുത്രിയുടെ ആത്മാഭിമാനം മുച്ചോടും പണയപ്പണ്ടമാക്കിയത് ആരാണ്? പറയൂ മഹാരഥരെ, ആർക്കാണ് ഈ കൃഷ്ണയെ പണയം വെക്കാൻ അധികാരം? രാജപുത്രിയായി പിറന്ന് രാജപത്നിയായി വിരാജിക്കേണ്ട ഈ ഭാരതപുത്രിയുടെ മാനത്തിനും അഭിമാനത്തിനും ശത്രുധർമ്മങ്ങളുടെ ശവപ്പറമ്പായി മാറിയ ഈ കുരുക്ഷേത്ര ഭൂമി കാരണ പോലും വിലയില്ലെന്നോ? കൗരവസഭയിൽ കാലം തെറ്റി വീണ ആ കണ്ണീർ കണങ്ങളിൽ നിന്നാണ് ഞാൻ എൻ്റെ ചിത്രം തുടങ്ങേണ്ടത്. അതെ, ചോദിക്കേണ്ടത് അവളാണ്, ദ്രൗപദി. പക്ഷേ അവരെവിടെയാണ്?
തേടിയാണ് ഇപ്പോഴെൻ്റെ യാത്രകൾ. ഈ നഗരത്തിലെവിടെയോ അവളുണ്ട്, എൻ്റെ ദ്രൗപദി. ആധുനികതയുടെ മുഖംമൂടികളിൽ സ്വത്തുഭ്രംശം വന്ന ഇന്നിൻ്റെ മുഖചിത്രങ്ങൾക്ക് അവളുടെ രൂപമല്ല. അതെ, എൻ്റെ ദ്രൗപദി ഇവരല്ല, ഇവർ ദ്രൗപദിമാരുമല്ല. എങ്കിൽ പിന്നെ ആരായിരിക്കും അവൾ? എവിടെയായിരിക്കും എൻ്റെ ദ്രൗപദി? ആ കിടക്കുന്ന എടുത്തു. ആ അത് മതി, നമുക്ക് അങ്ങോട്ട് പോവാം. ആ നോക്കി നടക്കണേ, വണ്ടി വരുന്ന നടക്ക്. ആ ആണ്ട്രാ അധികം എടുത്തു. ഇട് ഇങ്ങോട്ടാ. ദേണ്ടാ ഒരു ചാക്കിരിക്കുന്നത്, അയിങ്ങെടുത്തോടാ. എടുക്ക്. അയ്യോ, ഇത് ഞങ്ങളുടെയാ. നിങ്ങളുടെയോ? ഇവിടെ അങ്ങനൊന്നും ഇല്ല, എല്ലാം നമ്മുടെയാ. ഇങ്ങോട്ട് പിടിക്കടാ. ഞാനേ അക്കായെ വിളിക്കും. ആഹാ, നീ ആ പാടിച്ചിട്ട് കമ്പനിയാ അല്ലേ? എനിക്ക് വിളിക്കണേ നിന്റെ അക്കായെ. എടുത്തോളൂ വാടാ. ഏയ് എന്നടാ, എന്ന വേലേ? വേലയോ? അതെ, നിങ്ങളുടെ വേലേനെ ഞങ്ങൾക്കും അറിയാവോ. ഓ അതെ, ഞങ്ങൾ നിങ്ങളെ പോലെ ആഗ്രഹക്കാർ തന്നെയാ. അതുക്ക് ഈ ടിക്കറ്റ് നാക്കിനൊക്കെ പേർക്ക് കച്ചവടം ചെയ്താൽ മതി. അത് ഞങ്ങളെ റോട്ടിൽ കിടക്കുന്നൊക്കെ പറയിക്കോളാം. ഓ അപ്പിടിതാ. ஏய் என்ன வேணும்னு நான் யோசிச்சு பாக்குறேன். நீங்க அதுக்குள்ள தலையிட வேணாம், நீங்க போ. അങ്ങനെ പോവാൻ പറ്റേ, ഞങ്ങക്ക് വിവരം അറിയണം. ഓ தெரியணுமா? தெரியணும். தெரியுமே, மெதுவா. ചിന്നു സാക്കടെ. അങ്ങനെ പോവാൻ പറ്റേ, ഞങ്ങക്ക് വിവരം അറിയണം, എന്നിട്ട് പോയാ മതി. ഓ മെരട്ടലാ? നീ പേടിപ്പിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇതൊക്കെ കുറെ കണ്ടതാ. ഒരു ആക്രിക്കാരി. நீங்க எல்லாம் பெரிய ஆளுதா. கிட்ட வாடா, உன்னோடுதா. கிட்ட வாடா, கிட்ட வா. என்னடா, என்ன உன் பேர் என்ன? கண்ணன். கண்ணனா? உனக்கு அண்ணன் இருக்கா? இல்ல. தம்பி இருக்கா? இல்ல. ஓ அதனாலே நீ முட்டா மாதிரி பேசுற. ஏய் ஐயோடா கத்தி ஓடிக்கோ. பூருக்கு நாய், உனக்கு தெரியுமா என்னப்பாவே? சொல்றா, സത്യടിച്ചു പോവാ. உனக்கு தெரியுமா? ചുമ്മാ പറഞ്ഞാ എന്നെ വിട്. சும்மாவா? இந்த மாதிரி பெரிய வார்த்தைகள் சும்மா சொல்லி கூடாது, தெரியுமா? അയ്യേച്ചി അങ്ങനൊന്നും പറയലേച്ചി, വിടിയേച്ചി. ஏய் கிட்ட வாடா, கிட்ட வா. எடுத்துட்டு போ. டேய் നമുക്ക് ഇവിടെ നമുക്ക് പിന്നെ പിടിക്കാം. ഒരാവശ്യമില്ലാത്ത കേസ്. மெதுவா வா.
ഹലോ. ആ എടാ പ്രദീപേ. ഹലോ ഹലോ. ഇവൻ പിന്നെ എവിടെ പോയി കിടക്ക? പ്രദീപേ എഴുന്നേറ്റേ. ആ എഴുന്നേക്കടാ. എന്താടാ ഇത്? എഴുന്നേക്ക് ഡാ. എഴുന്നേക്കടാ. മനുഷ്യൻ വന്ന് കിടന്നപ്പോൾ തന്നെ 3-4 മണിയെ. നീ ശല്യപ്പെടുത്താൻ പോകാൻ നോക്ക്. ഇവന്റെ ഒരു ഉറക്കവും. എടാ നോക്കടാ. ചോദ്യോ? എന്തോ ചോദ്യം? ഇതാരുടെ പേരിട്ടെ? ചുമ്മാ രാവിലെ മനുഷ്യ ചുറ്റിക്കാൻ വേണ്ടി ഇറങ്ങിക്കോളൂ. എത്ര രാത്രി മെനക്കെട്ടിരുന്ന് എഴുതിയ പേരാ നിനക്കറിയാവോ? ഇതിന് എന്നാടാ കുഴപ്പം? പേരിനല്ല, നിനക്കാ കുഴപ്പം. ഇവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടാ ഇതൊന്ന് നോക്കിയേ. ഇതെവിടുന്ന് കിട്ടി? എടാ ഇതാണ് എന്റെ ദ്രൗപദി. ഇതാ ആക്രിപ്പണല്ലേ? നിനക്കിവളെ അറിയാവോ? ഇവളെ അറിയാവുന്നോ? എന്റെ പൊന്നോ, നീ ഒന്ന് പിടിച്ചേ. എടാ എനിക്കാണെന്ന് 100 കൂട്ടം പരിപാടിയുള്ള. ഒയ്യോ, സമയം ഇത്രയായിരുന്നു. അതിലെനിക്ക് കുറേ മിസ് കോളും. ഇവളുമാർക്കൊന്നും രാത്രി വേറെ പണിയൊന്നുമില്ലേ? എൻ്റെ ബ്രഷ് എന്തിയടാ? ഇവനോട് ചോദിച്ചിട്ട് എന്തായാലും ശരി, നമുക്ക് ഇന്നവളെ പൊക്കണം. പൊക്കാനോ? എടാ എനിക്കിന്ന് 100 കൂട്ടം പരിപാടിയുള്ളതാ. 11 മണിക്ക് മിനിസ്റ്റർ വരുന്ന ഫംഗ്ഷന് പോകണം. അതിനു മുമ്പ് 2-3 കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതല്ലടാ, നീ പോ. എടാ ഞാൻ അവളെ കണ്ടടാ സ്വപ്നത്തിൽ. മുടിയൊക്കെ അഴിച്ചിട്ട് സഭാങ്കണത്തിൽ അങ്ങനെ നിൽക്കുന്നു. ധർമ്മപുത്രാദികളും ഭീഷ്മപിതാമഹനുമൊക്കെ തല കുമ്പിട്ടിരിക്കുന്നു. അവർക്ക് മുമ്പിൽ തീയിൽ ജ്വലിച്ചതുപോലെ എന്റെ ദ്രൗപദി. മാങ്ങാത്തൊലി നിനക്ക് വട്ടാ. എടാ എനിക്കിന്ന് ഒരുപാട് പരിപാടി വേറെ ഉള്ളതാ. നീ എന്റെ കാര്യം നോക്കിപ്പോ. എടാ നിക്കടാ. പറവക്കോളൂട്ട് ഇറങ്ങിക്കോളൂ. ബാക്കിയുള്ള സമയം നിനക്ക് എടുത്താൻ വേണ്ടി. എന്നെ പോലൊരു ക്രിയേറ്ററുടെ സർഗവേദന നിന്നെ പോലുള്ള മൈക്ക് വിഴിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? ഇല്ല, അറിയില്ല. അതുകൊണ്ടാണല്ലോ നീ ടെലിഫിലിം മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഈ മൈക്ക് വഴിക്ക് ചൂട്ടും പിടിച്ച് നിന്റെ കൂടെ നടക്കുന്നേ. മതി, ഇനി ഒരു കാര്യത്തിന് എന്നെ വിളിച്ചേക്കരുത്. എവിടാന്ന് വെച്ചാൽ നീ പൊക്കിക്കോ നിന്റെ സർഗവേദന നായികമാരെ. അല്ല, എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. നിനക്ക് ആ കൊച്ചു തന്നെ വേണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? അല്ല, കാർന്നൂര് കുറെ ഉണ്ടാക്കിയിട്ടില്ലേ? അതിനകത്ത് തിരിച്ചടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നിനക്ക് എത്ര നായികമാരെ വെള്ളം കിട്ടുമല്ലോ. പിന്നെ എന്തിനാണ് ആ ഊരും പേരും അറിയാൻ മേലാത്ത ഈ ചാളപ്പെണ്ണ്? കറക്റ്റ്, ചാളപ്പെണ്ണ്. എടാ കുപ്പത്തൊട്ടിന്നായിരിക്കും ചിലപ്പം ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്നു. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ഓ പിന്നെ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റുള്ള നിന്റെ കൂതറ ടെലിഫിലിം എന്നല്ലേ മലയാള സിനിമയുടെ ചരിത്രം തിരുത്താൻ പോകുന്നത്? ഒന്ന് പോടാവോ ഇവിടുന്ന്. എടാ നിന്നെ പോലുള്ള കുറെ ഊത്തന്മാരെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞ തിയേറ്ററിൽ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ടും 2 എന്ന് പറഞ്ഞ് കുറെ സൗണ്ട് അല്ലാതെ വേറൊന്നും പുറത്തോട്ട് വന്നില്ലല്ലോ. ഇതിലും ഭേദം എടാ നീയൊക്കെ പോയി വല്ല അവികത സീരിയലും എടുക്ക്. നിനക്ക് ജീവിക്കുമല്ലോ ചെയ്യാം. നീ എന്തു പറഞ്ഞാലും എനിക്ക് ആ പെണ്ണിനെ വേണം. അതെ, അവള് കറക്റ്റാ. ആണോ? അതെ,
സീരിയസാ? സീരിയസാ. എങ്കി വാ. വാ. ഒന്ന് ശരിയാക്കട്ടെ, മാറി നിൽക്ക്. നോക്ക്, പിന്നെ ഞാൻ ബാത്റൂമിൽ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് കൊണന്ന് വിളിച്ചോണ്ട് എൻ്റെ കോൺസെൻട്രേഷൻ കളഞ്ഞേക്കരുത്. അവനൊരു ചോദ്യം. ഇവൻ്റെ ഒരു കാര്യം. അപ്പോൾ തുടങ്ങാം. ഓക്കെ, റോളിംഗ്. സ്റ്റാർട്ട്. ഇതാണ് നമ്മുടെ നഗരം, അറബിക്കടലിലെ റാണി എന്നറിയപ്പെടുന്ന സുന്ദര നഗരം. അനുദിനം പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റി. മെട്രോയും സ്കൈയും ട്രാമും ഒക്കെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സുന്ദര നഗരം. ഏതൊരു നഗരവാസിയും പോലെ ഇതൊക്കെ സ്വപ്നം കാണുന്ന ആളാണ് നമ്മുടെ നഗരപിതാവ് ശ്രീ ടോണി ഫെർണാണ്ടസ്. ഓക്കെ, റോളിംഗ്. സ്റ്റാർട്ട്. നമ്മുടെ നഗരം അതിവേഗം വികസന കാര്യത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൈ ബസ്, ട്രാം സർവീസ് എന്നിവ 1 വർഷത്തിനുള്ളിൽ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഓവർ ബ്രിഡ്ജ്, നടപ്പാതകൾ, വൈദ്യുതി ശ്മശാനം എന്നിവ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടും നമ്മുടെ കോർപ്പറേഷൻ നാളുകളിൽ രാജ്യത്തെ മികച്ച കോർപ്പറേഷനുകളിൽ ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെ, മികച്ച സൗകര്യങ്ങളോടെ ഒരു സുന്ദര നഗരം വിഭാവനം ചെയ്യപ്പെടുമ്പോൾ തന്നെയാണ് ഈ നഗരത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഇങ്ങനെയും ചില കാഴ്ചകൾ നമ്മെ കാത്തിരിക്കുന്നു. ചേട്ടൻ്റെ പേരെന്താ? തങ്കപ്പൻ. വീട് എവിടെയാ? പിറോ. എത്ര വർഷമായി ഇവിടെ ഈ പരിപാടി തുടങ്ങിയിട്ട്? 7 വർഷമായി. ചേട്ടൻ ആധാർ കാർഡുണ്ടോ? ഇല്ല. ആധാർ കാർഡ് ഇല്ല. ആധാർ കാർഡ്, റേഷൻ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല? ഒന്നുമില്ല. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ്റെ കുടുംബമൊക്കെ? കുടുംബമൊന്നുമില്ല. ഒന്നുമില്ല. അപ്പോൾ ചേട്ടൻ ഒറ്റയ്ക്കാണോ താമസമൊക്കെ? അപ്പോൾ ഈ കച്ചവടമൊക്കെ എങ്ങനെയാ? ഒരുവിധം നന്നായി പോകുന്നുണ്ടോ? ഇല്ല. ബുദ്ധിമുട്ടാ? കച്ചവടം ബുദ്ധിമുട്ടാ. മഴക്കാലമായ തീരെ കച്ചവടമില്ല. മഴക്കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. ശരി, അപ്പം നഗരസഭയുടെ അധികൃതരെ ഞങ്ങൾ ഈ വിവരം അറിയിക്കാം കേട്ടോ. ശരി ശരി, ഓക്കെ. വികസനം അവസാന പൗരനിലേക്കും എത്തിപ്പെടുമ്പോൾ മാത്രമേ അനുഭവവേദ്യമാകൂ എന്ന ആപ്തവാക്യം ഓർമ്മിപ്പിക്കപ്പെടുമ്പോഴാണ് ഈ കൊട്ടിഘോഷങ്ങളൊക്കെ വെറും ജലരേഖകളാണെന്ന് നാം മനസ്സിലാക്കുന്നത്. ഇത് റെയിൽവേ കോളനി. ഊരും പേരും അറിയാത്ത, നാടും നഗരവും അറിയാത്ത കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നു. ഇവരുടെ അധ്വാനങ്ങൾക്കും ഈ നഗര നിർമ്മിതിയിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. ചേച്ചിയുടെ പേരെന്താ? ചെല്ലമ്മ. എന്താ ജോലി? അലക്ക്. ഇവിടെ നമുക്ക് ആധാർ കാർഡ്, വോട്ടർ കാർഡൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പം വോട്ടൊന്നും ചെയ്യാറില്ല? ചെയ്യുന്നില്ല. അതെന്ത് പറ്റി? വോട്ട് ചെയ്താലൊന്നും പ്രയോജനമില്ല. വോട്ട് ചെയ്തിട്ട് പ്രയോജനമൊന്നുമില്ല. ഇല്ല. അപ്പം ശരി. ചേട്ടാ പേരെന്താ? എൻ്റെ പേര് സുന്ദരേശൻ. എന്താ ജോലി? അതിപ്പോ ഈ കാണുന്നൊക്കെ തന്നെ എൻ്റെ ജോലി. അത് ഈ ചേട്ടന് ഈ വോട്ടർ കാർഡൊക്കെ ഉണ്ടോ? അപ്പോൾ വോട്ടൊന്നും ചെയ്യാറില്ല? ഇല്ല. അപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങളും കിട്ടാറില്ല? ഒന്നുമില്ല. കം ലോഗ് ക്യാ മിൽസേ. എങ്ങനെ എങ്ങനെ? കം ലോഗ് കോ ക്യാ മിലേ എന്ന് വെച്ചാൽ നമുക്കൊന്നും കിട്ടത്തില്ല. ഓ അത് ശരി. അപ്പോൾ ചേട്ടൻ ഒരു ആനുകൂല്യങ്ങളും കിട്ടാത്ത ഒരാളാണ്. സലേ ആപ്കെ മുച്ചേ ഓ സലാം മുച്ചേ. താങ്ക് യു ഏട്ടാ, താങ്ക് യു. ആർക്കാടാ ഇത്ര കുഴപ്പം? ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്. ഇവക്കടെ കാര്യത്തിൽ എന്നാ ചെയ്യണമെന്ന് ഈ കുഞ്ഞുമാണിക്ക് അറിയാം. മനസ്സിലാണോ? ഒരുത്തനും ഇതിനകത്ത് ഇടപെട്ടേക്കരുത്. കാഴ്ച കാണാൻ വന്നിരിക്കുന്നു. പൊക്കോണം കുറെ രക്ഷകന്മാര്. മനസ്സിലായടാ?
അറുവാണിച്ചി നിനക്കെന്താടി സൂചില്ലേ? എന്താടി എനിക്കൊരു കുഴപ്പം? രണ്ട് കെട്ടിയതോ? എന്റെ കുഴപ്പം കൊണ്ടല്ലടി. ഒരുത്തിക്ക് എന്നെ സൂചിച്ചില്ല. അവള് പോട്ടെന്ന് കരുതി വേറൊരുത്തേ കെട്ടിയപ്പം അവള് പോയി തൂങ്ങിയത് എന്റെ കുഴപ്പമാണോടി? രണ്ട് കെട്ടിയെന്നും കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ലടി. അന്വേഷിച്ചാ അറിയാം. അതുകൊണ്ട് പ്രായമായെന്ന് കരുതി നീ വിഷമിക്കണ്ട. പിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. കേട്ടോടി? മൊട്ടന് ഇരിഞ്ഞില്ല, അതിനു മുമ്പ് വിഷം ചീറ്റാൻ തുടങ്ങിയോടി. നീ ചെവിയെ ഞുള്ളിക്കോ. ഈ കുഞ്ഞുമാണി ഒരു ചെരുക്കണം വെറുതെ വില വെക്കത്തില്ല. തൂക്കി നോക്കിയിട്ടേ വിലയെടുത്തുള്ളൂ, അറിയാവടി? അതുകൊണ്ടേ ഈ കുഞ്ഞുമാണി കോത്തിരിക്കാം. എത്ര വേണേലും തന്ന് മൊത്തമായി ഞാനങ്ങ് എടുത്തോളാം. മനസ്സിലായോടി? കേട്ടടാ, ദേ ഇത് കുഞ്ഞുമാണിയുടെ ഒരു ഡീല. ആരെങ്കിലും കേറി കൊത്തിയാൽ വിവരം അറിയും. ആരാ പറ കൊടുക്കുന്നേ? എന്താടാ ഇളിക്കുന്നേ? എടാ തല്ല് കിട്ടുമ്പോഴും ക്യാമറ ഓണാണല്ലോടാ. എടാ എന്ന് പറഞ്ഞ അടിയാ വരുന്നുള്ളവരും ക്യാമറയ്ക്ക് അറിയാവും. അവിടെ നിന്ന് ഊരിപ്പോരാൻ പറ്റ പാട്. എന്നിട്ട് നീ ടെലികാസ്റ്റ് ചെയ്തില്ലടാ? ആ, എന്നിട്ട് വേണം നെഞ്ചത്ത് റീത്തും വെച്ച് നമ്മളിങ്ങനെ മലന്ന് കിടക്കാൻ. എടാ ഇതൊക്കെ നമുക്ക് സൂക്കേട് തോന്നുമ്പോൾ നമ്മൾ ഓരോന്ന് എടുത്തു വെക്കുന്നതല്ലേ. അതെ, കള്ളം മാത്രം പറഞ്ഞു മടുക്കുമ്പം പെരപ്പുറത്ത് കയറിയിരുന്ന് പാതിരാത്രിക്ക് കൂന്നൊരു പരിപാടിയില്ലേ, ശരിക്കും പറഞ്ഞാൽ അതാ. എന്ന് കരുതി നമ്മൾ വല്ല സത്യം പറയടാ പോയി. അതൊന്നുമില്ല, അതിനെയൊക്കെ അങ്ങനെ കണ്ടാൽ മതി. അല്ല പിന്നെ നമ്മൾ നാടിനെ ഉദ്ധരിക്കാൻ പോകണം. എടാ ഇതൊക്കെ തന്നെ കണ്ട് ആസ്വദിക്കാം. അല്ല പിന്നെ നിന്നെ പോലുള്ള പൊട്ടന്മാരെ കാണിച്ചിട്ട് ഞാൻ വലിയ ആളാണെന്ന് സ്ഥാപിക്കാം, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഇതിനകത്തൊക്കെ എന്താ കാര്യം? അല്ല പിന്നെ ഗ്രേറ്റ്. മഹാന്മാരൊക്കെ ലോക്കൽ ചാനലിന്റെ റിപ്പോർട്ടർമാരായാൽ ഇങ്ങനെ ഇരിക്കും. നീ കളിയാക്കൊന്നും വേണ്ട. ഇത് ഞാൻ തീർത്ത് ഏതെങ്കിലുമൊക്കെ ഫെസ്റ്റിവലിന് അയക്കും. എന്നിട്ട് അവാർഡും മേടിച്ച് ഞാൻ സ്വന്തമായിട്ട് ഫ്ലെക്സ് അടിച്ച് വെക്കും. അറിയോ? ആയിക്കോട്ടെ, നീ നിന്റെ ബാക്കി എടുത്തില്ലടാ. അതിനകത്തുണ്ടാ, നീ നോക്ക്. ഇവൻ്റെ ഒരു കാര്യം. നീ പയ്യെ പ്ലാൻ ചെയ്തിട്ട് നേരെ നടന്നു. എടാ നേരെ പോട്ടെ. എടുത്താൽ ആ സാധനമൊക്കെ സൂം ചെയ്തിട്ട് അതുണ്ടോ? എടാ അത് കട്ട് ചെയ്യണ്ട. ആ ഓക്കെ. ഏയ് ഈ ലോഡ് എങ്ങോട്ടാ? കോയമ്പത്തൂർ. ആ ഇത് നിങ്ങളുടെ ലോഡാണോ? അല്ല. ആ ശരി ശരി ഓക്കെ. അമ്മ കൊഞ്ചം തണ്ണി വേണമാ. അയ്യന്നവാ. நிறைய கஷ்டப்படும்மா, பரவாயில்லை. யாரும் இல்லைன்னா இப்படித்தான். இந்த பாரும்மா, லோடு கொஞ்சம் ஜாஸ்தி, நிறைய பேப்பரும் மட்டும்தான் இருக்கு. இரும்பு தான் எனக்கு முக்கியம். வியாபாரம் நஷ்டமாச்சா நான் என்ன பண்றேன்? அப்பாவோட சொல்லிலையா? ஓ அவங்கிட்ட சொல்லியாச்சு. அவங்க எப்பொழுதும் ஒரே பேச்சுதான். இரும்பு மட்டுமா? ஆ, எங்கே இருந்து இரும்பு கிடைக்கும்? அതൊന്നും எனக்கு தெரியாது. நான் சொன்ன மாதிரி லோடு கொண்டு வச்சா போதும், அவ்வளோதான். ஆ அம்மா, ஒரு விஷயம் சொன்ன மறந்தேன். லக்ஷ்மி உன்னை பற்றி விசாரிச்சேன். நீ நல்ல அழகியா இருக்கான்னு கேட்டேன். நீ நல்ல அழகான பொண்ணாச்சுன்னு நான் அவங்கிட்ட சொல்லியாச்சு. ஊருக்கு வரலையா? திருவிழா வரப்போகுது. அடுத்த வாட்டி வரும்போது ரெடி பண்ணா கூட்டிட்டு போறேன். ம், தெரியல மாமா, நீ வந்து அப்பாவோட கேளு. ஓ கேட்குறேன். ஒரு முக்கியமான விஷயம், சினிமாவே நடிக்கிறியா? தமிழ் படத்திலே புதுசா நிறைய நடிகர் வருது. அங்கே எனக்கு பெரிய ஒரு டைரக்டர் தெரியும். உன்னை பற்றி சொல்லட்டுமா? நிஜமா? ஆ நிஜந்தா. யார் அது? ஆ ஓ ஒன்றும் இல்லை, அது வந்துட்டேன்.
அது வந்தா ஊருக்கு திருவிழா இல்லையா, நீங்க குடும்பமா சேர்ந்து வரலையான்னு கேட்டேன். எங்க பழனிக்கா? ஆமா. அங்க யாரு இப்ப முனியாண்டி? அங்க நான் இருக்கு இல்லையா, லட்சுமி சொல்லிட்ட கூப்பிட்டு வரணும்னு. பொண்டாட்டி நல்லா இருக்கா? பரவாயில்ல. அவ எப்போதும் உங்களை பற்றி நிறைய கேட்குறேன். முடிஞ்சுதான் கூட்டிட்டு வரேன்னு சொன்னேன். வரேன்னு ஆசைதான். ஆனா இங்க ரொம்ப வேலை இருக்கு. அதனால அவங்கிட்ட சொல்லிடு. வரட்டுமா? நல்லா யோசிச்சு பாரு. போயிட்டு வாங்க. முருகேசா வண்டி ஏற. அம்மா, கிழவன் சொல்லது கேள வேண்டாம், நான் சொல்றது மட்டும்தான் கேளு. நீ நல்லா நினைச்சா கை நிறைய பணம் சம்பாதிக்கலாம், புரிஞ்சுதா? வண்டி ஏற. എത്ര പാട്ടി சொல்லியாச்சு. ലോഡിൻ്റെ ഒരു വിഷയം എടുത്തോളൂ കേട്ടോ. ക്ലോസ് പിടിച്ചു. ശരി. എന്നാ വേല? അത് ഞങ്ങളൊരു TV പ്രോഗ്രാമിന് വന്നായിരുന്നു, അവിടുത്തെ ലോക്കൽ ചാനലിൽ നിന്ന്. മുരുകേശാ വണ്ടി ഏറ. ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ലെന്ന് വാടാ. പുലിയാണ് കേട്ടാ. ചേട്ടാ, യാരത്? ചേട്ടാ ഞങ്ങളെ ഒരു TV പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നാ, ഇവിടുത്തെ ലോക്കൽ ചാനലിൽ നിന്ന്. അത് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു. കേളുങ്കോ. പേരെന്താ? ചാമി. ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര വർഷമായി? കൊഞ്ചം നാളാച്ച്. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? அதுக்கு முன்னாடி തമിഴ്നാട്, ആന്ധ്ര അപ്പടി ഓടിയിട്ട് ഇരുണ്ട്. നിങ്ങൾ തന്നെയുള്ളോ ഈ ജോലിയൊക്കെ ചെയ്യാൻ? അല്ല, ഈ ജോലിയൊക്കെ ചെയ്യുന്നത് തന്നെയാണോ? കണ്ണ് தெரியாது, அதனால வேலை செய்ய முடியாது. ഓ, അപ്പൊ ജോലിക്കാർ വേറെ ഉണ്ടാവും. அது நம்ம பொண்ணு வேலைதான். அவ ரொம்ப அதிர்ஷ்டக்காரி, நல்ல வேலை செய்வே. ഓ, അത് ശരി. ഇതേതായി കുട്ടി? நம்ம பொண்ணுதான். വാ, നല്ല ശരിയെങ്കോ പടം പിടിക്കാതെ. അവക്ക് പേടിയാ. ആഹാ, ചേട്ടന് മലയാളം അറിയാം? ജീവിക്കണ്ടേ. ഓ, എടാ ഇങ്ങോട്ട് വരിക. ഈ വൃദ്ധനും നമ്മൾ കണ്ട മാതിരി ഒരാളാണ്, യാതൊരുവിധ സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾ. ഇവരെ പോലെ അജ്ഞരായ ആൾക്കാർ നമുക്ക് മുമ്പിൽ നമ്മുടെ വികസന സങ്കല്പങ്ങളുടെ നേർക്കാഴ്ചയിലെത്താൻ എത്ര കാലം കാത്തിരിക്കണമെന്ന് നാം ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. ഏയ്, என்ன வேலை பண்ற? ഞങ്ങൾ ലോക്കൽ ചാനലിൽ നിന്ന് വരുവാ. ലോക്കൽ ചാനലാ? എതുക്ക്? അതൊരു TV പ്രോഗ്രാമിനായിരുന്നു. TV പ്രോഗ്രാമാ? അതുകൊണ്ടമ്മ ഇവർ ഏതോ വേലക്കാக വന്നിருக்க, அதுக்காக நம்ம வீட்டையும் படம் பிடிச்ச. என்னப்பா சொல்றீங்க? என்ன விஷயம் தெரியாது, எப்படி படம் பிடிக்க சொல்லியாச்சு? இவ சொன்னது உண்மையானு உங்களுக்கு தெரியுமா? കൊച്ചെ, അതൊന്നുമല്ല, ഞങ്ങളൊരു TV പരിപാടിക്ക് വേണ്ടി വന്നതാ. நீங்க ஒன்னும் சொல்லக்கூடாது, எனக்கெல்லாம் தெரியும். நீங்க எல்லாம் அரசாங்க அதிகாரி தான். புதுசா இப்போத வரதுக்காக எங்க எல்லாம் காலி பண்ண வேணும் இல்லையா? சார், என் குடும்பம் ரொம்ப ஏழை. நான் வேலை செய்ததா இவங்களெல்லாம் போற்ற முடியும். അതെ, ഈ TV விட்டுடுங்க, கொஞ்ச நாள் கூட இங்க வேலை பண்றேன், அதுக்கப்புறம் போக முடியும். அதுதான் இப்ப போக முடியாது. நீங்க போங்க சார். டிவி ப்ரோக்ராம் போங்க சார். ஏமாத்தலா ക്യാമറ അതിൽ പിടിക്കാത്ത വാരി. എടാ, കൊള്ളാമല്ലോ ഇവള്, തമിഴത്തെയാണെന്നേ തോന്നില്ല. അത് എനിക്കും തോന്നിയതാ. പിന്നെ ഇതൊക്കെ അന്വേഷിക്കാൻ ആർക്ക് നേരം? ഞാനങ്ങ് അന്വേഷിച്ചില്ല.
നീ വാ, നമുക്കൊരു ചായ കുടിക്കാം. വാടാ. പിന്നെ നിന്റെ പ്ലാൻ എന്താ? വർക്കുടനെ തുടങ്ങണ്ടേ? ആ, തുടങ്ങണം. അതെ, ആ സ്ക്രിപ്റ്റിൽ കുറച്ച് പോളിഷിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ നീ പറയാ ക്യാമറാമാൻ ഓക്കെ അല്ലേ? അതൊക്കെ ഓക്കെ. എടാ, ഈ ഒരു ക്യാരക്ടർ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. സ്ക്രീനിൽ അവള് മാത്രം, ദ്രൗപദി. അതിൽ മാറ്റമില്ല. പിന്നെ എൻ്റെ ഒരു സംശയം, അവള് സമ്മതിക്കുമെന്നാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ട്രൈ ചെയ്താലോ? അയ്യോ, ഇപ്പോഴോ? എടാ, ഞാൻ പറഞ്ഞില്ലേ 11 മണിക്ക് മിനിസ്റ്റർ വരുന്ന ഫംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് അവരുടെയൊക്കെ ന്യൂസ് കൊടുക്കുമ്പോൾ ഒരു ക്ലോസെങ്കിലും കുറഞ്ഞ എവിടുന്നെല്ലാം വിളി വരുമെന്ന് അറിയാവോ? എടാ, നിനക്കറിയാഞ്ഞിട്ടാ. മേയറുടെ വിളി വരും, മെമ്പർമാർ വിളിക്കും, മുതലാളി വിളിക്കും. മുതലാളി എങ്ങനെയും സഹിക്കാം. ചീനഭരണിയുടെ മുഖമുള്ള ഒരു പെണ്ണുമ്പിള്ള ഉണ്ടായേക്കും. എൻ്റെ പൊന്നടാവേ, ഒരു രക്ഷയില്ല. നീ ഒരു കാര്യം ചെയ്, നമുക്കൊരു 4 മണിയാകുമ്പോൾ തപ്പാം. ഇറങ്ങാം. നീ എണീക്ക്. എടാ, എന്നിട്ട് നീ പിന്നെ അവരെ കണ്ടില്ലേ? പിന്നെ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോർപ്പറേഷൻ ഓഫീസിൽ പോയപ്പോൾ ഞാൻ അവരെ അവിടെ വെച്ച് കണ്ടു. സാർ, എന്താ? നേരെ ഒന്ന് കാണാനാ. എന്താ കാര്യം? അത് പാവപ്പെട്ടവർക്കുള്ള സഹായത്തിന് ഒരു അപേക്ഷ കൊടുക്കാനാ. പാവപ്പെട്ടവർക്കുള്ള സഹായത്തിന് അപേക്ഷ കൊടുക്കുന്നത് ഇവിടെയല്ല, അതാ മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ടല്ലേ, എളുപ്പം കിട്ടും. അതെ, കാർന്നൂർക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? സഹായത്തിന് ഇവിടെ ഇങ്ങനെ അതിലേ ഇതിലേ നടന്നിട്ട് കാര്യമില്ല. നേരെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലൂട്ടിയല്ലേ. അടുത്ത ആഴ്ച ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചേ നടത്തുന്നുണ്ട്. പെട്ടെന്ന് കാര്യം നടക്കും, മനസ്സിലായോ? എന്നാ ചെല്ല്. പണ്ടൊരടങ്ങായിട്ട്. ആ, ജോസിയേട്ടാ, എന്താ തന്നെ ഇരുന്ന് നേരെ കാണാൻ ആര്? മനുഷ്യനവനെ, അയാളെന്നെ മുഖ്യമന്ത്രിയോ? ആരാന്നേ? സഹായം ചോദിച്ചു ഓരോന്ന് വരിഞ്ഞു കയറി വന്നു. രാവിലെ തന്നെ മനുഷ്യനവനൊക്കെ എടുത്താനായിട്ട്. എന്നിട്ട് പിന്നെ മേരെ കണ്ടപ്പോൾ ഞാൻ അവരുടെ കാര്യം പുള്ളിയോട് പറഞ്ഞു. അല്ല, ഞങ്ങൾ നമ്മൾ ഇരിപ്പ് അങ്ങനെയാ. ഈ കോർപ്പറേഷനിലെ വികസന പ്രവർത്തനം എല്ലാം കൂടെ വെച്ചിട്ടേ ഞാനൊരു സാധനം ചെയ്തായിരുന്നു. അതിൻ്റെ കാര്യത്തിലായിട്ട് പുള്ളിയുടെ അടുത്ത് കയറി ഇറങ്ങി ഞങ്ങൾ നല്ല അടുപ്പമായി. ഇടയിൽ കാണുന്ന പോലെ ഒന്നും അല്ലടാ, ആള് വെറും ചുത്തന. പക്ഷെ കാണുന്നവരങ്ങനെയൊന്നും അല്ലായിരുന്നു. അയാൾ ഈ കോർപ്പറേഷൻ വർപ്പിച്ച ആളാ. ഈ പുള്ളിക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടിയിട്ടില്ല. ഓ, അത് ശരി. അങ്ങനെ കോർപ്പറേഷനിലെ വികസന പ്രവർത്തനം എല്ലാം കൂടെ വെച്ചിട്ട് വികസന വേദിയിൽ നഗരപിതാവെന്നും പറഞ്ഞ് ഞാൻ ഒരു സാധനം ചെയ്തായിരുന്നു. അത് പുള്ളിക്ക് അങ്ങ് സുഖിച്ചു. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. എടാ, ഈ പുള്ളി അടുത്ത പ്രാവശ്യം MP ആവുന്ന പറഞ്ഞു കേട്ടെ. അങ്ങനെ മേയർ പറഞ്ഞു അവരുടെ ഒരു അപേക്ഷ മേടിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എടാ, ആ കാര്യം പറയാനായിട്ടെ ഞാൻ ആ പെൺകൊച്ചിനെ ഒരു ദിവസം വഴിയിൽ നിന്ന് പിടിച്ചു നിർത്തി. എൻ്റെ പൊന്നടാവേ, ഭയങ്കര പുകിലായിപ്പോയി. ഓഹോ. അതെ, നിന്നേ ഒരു കാര്യമുണ്ട്. എന്നെ വിഷയോ? നഗരസഭയിലൊക്കെ കയറി ഇറങ്ങി അറിഞ്ഞല്ലോ. അതുക്ക് ഉങ്ങൾക്ക് എന്നെ വിഷയോ? എൻ്റെ പൊന്നു കൊച്ചേ, ഇത് കേരളമാണ്. നേരാജീവ മലയാളം പോലും സംസാരിക്കാൻ അറിയാൻ പറ്റാത്ത ആൾക്കാരാ. പിന്നെയാ തമിഴ്. അല്ല കൊച്ചിനെ മലയാളം ഒട്ടും അറിയില്ലേ? അയലയാ? അയലയല്ല, അറിയില്ല. അറിയില്ല. പിന്നെ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അതെന്തേലും വട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. என்ன விஷயம்? எனக்கு ஒன்றும் தெரிய வேணாம். போங்க சார், போய் வேற ஆளை பாரு. അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. தெரிய வேணாம் சொல்லிலையா? என்ன சார் இந்த மாதிரி? உங்களுக்கு தாய் தங்கச்சி இல்லையா? உன்னோடதான். நீங்க மலையாளில இப்படிதான். കൊച്ചേ, മലയാളികളെ കുറ്റം പറയുന്നത് കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. சொல்லினா என்ன பண்ணுவேன்? சார், நான் ரொம்ப ஏழை. நிறைய இடத்துல சுற்றி பார்த்துருக்கேன் தெரியுமா?
ஆனா இந்த மாதிரி ஆள தெரியாத பசங்களை நான் எங்கேயும் பார்க்க மாட்டேன். ഇതേ കൊച്ചും ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. இல்ல சார், நான் சொன்னது உண்மைதான். உலகத்தின் மலையாளி மட்டும்தான் இப்படி. போ சார், போய் வேற ആളെ பாரு. അതെ, ഞാൻ നിന്നെ പീഡിപ്പിക്കാൻ ഡേറ്റ് ചോദിച്ചു വന്നൊന്നുമല്ല. ആ കാരണോട് പറഞ്ഞേരെ, മേയർ പറഞ്ഞിട്ടുണ്ട് ഒരു അപേക്ഷ എഴുതി തരുവാണെങ്കിലേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് ശരിയാക്കി തരാമെന്ന്. ഇതൊന്ന് പറയാൻ വേണ്ടി വന്ന, അല്ലാണ്ട് ഇതിന്റെ സൗന്ദര്യം കാണാൻ വേണ്ടി വന്നൊന്നുമല്ല. കാണാൻ പറ്റിയ ആൾക്ക് ഏത് നേരത്താണോ ഇതിനകത്തൊക്കെ തലയിടാൻ തോന്നി? ഓപ്പടോ. ஏய், என்ன சொன்ன? അയ്യോ, എനിക്കതൊരു അബദ്ധം പറ്റിയതാ. അതല്ല, വേറെന്താ പറഞ്ഞേ? അത് ശരി, അപ്പൊ നിനക്ക് മലയാളം അറിയാമായിരുന്നല്ലേ? ആ, അറിയാന്ന് കൂട്ടിക്കോ. മേരെന്താ പറഞ്ഞേ? അതെ, ഈ മേയർ നമ്മുടെ സ്വന്തം ഒരാളാ. അപ്പം ഞാൻ നിങ്ങളുടെ കാര്യം മേയറുടെ അടുത്ത് പറഞ്ഞു. അപ്പം മേയർ പറഞ്ഞു, പ്രദീപിന് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പരിഗണിക്കാം. അപ്പം നിങ്ങളൊരു അപേക്ഷ കൊണ്ട് മേയർക്കോട്, മേയർ അത് പ്രത്യേകിച്ച് പരിഗണിച്ചോളൂ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ കാർന്നവനെ കുട്ടി പോയി ഒരു അപേക്ഷ കൊടുക്കുക. എന്നിട്ട് പറയണം പ്രദീപിന് സ്വന്തം ആളാണെന്ന് പറഞ്ഞേക്കണം, കേട്ടോ? പോട്ടെ. സത്യം പറയാലോ, എൻ്റെ പൊന്നിടാവ് എനിക്ക് ഒരാവശ്യമില്ലാത്ത കേസാണ്. ചുമ്മാ പോയി തലയിട്ടു. അല്ല, എനിക്ക് കിട്ടാനുള്ള കിട്ടി. ഇവിടെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല. അതൊരു വല്ലാത്തേനോ. ആഹാ, അത് ശരി. എന്നാ മോനൊരു കാര്യം ചെയ്യും, നല്ല പിയേഴ്സ് സോപ്പ് വാങ്ങി ഒന്ന് കുളിപ്പിച്ചിട്ടേ നല്ല ജീൻസും ടോപ്പും ഒക്കെ ഇടിപ്പിച്ച് അമ്മച്ചിയുടെ മുന്നേ കൊണ്ട് നിർത്ത്. എന്നിട്ട് പറയാം, അമ്മച്ചി മോന് കല്യാണപ്രായമായി, ഒന്ന് കെട്ടിച്ചു തരാം. ഒന്ന് പോടാവേ, അവനൊരു കണ്ടുപിടിച്ചോട്ടെ. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് പിന്നെ ആലോചിക്കാം. പിന്നെ എന്തായി? ആ, എന്നിട്ട് അവർ അപേക്ഷയൊക്കെ പൂരിപ്പിച്ച് മേയറെ കാണാൻ പോയായിരുന്നു. യെസ്, മേയർ ഹിയർ. ആ, 11 മണിക്കല്ലേ? ആ, കൃത്യസമയത്ത് വന്നോളാം. ഓക്കെ സാർ. ആ, എന്താ സാർ? ഒരു അപേക്ഷ ഉണ്ടായിരുന്നു, നേരിട്ട് തരണമെന്ന് പറഞ്ഞിരുന്നു. ആരെ? ഞാനോ? അത് പിന്നെ തരൂ, തരൂ. ഓ, കോളനിയിൽ നിന്നാണല്ലേ? ആട്ടെ, എത്ര വർഷമായി കോളനിയിൽ? അത് കുറേ കാലമായി സാർ. റേഷൻ കാർഡ് വല്ലതും ഉണ്ടോ? ആ, അപ്പോ രേഖകളൊന്നും ഇല്ല അല്ലേ? ആ കോളനി ഉടനെ പൊളിക്കുമെന്നറിയാമല്ലോ അല്ലേ? ആ, നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ആ, ഇതാ സെക്ഷൻ കൊടുത്തേ. ശരി സാർ. അപ്പോൾ സാറേ, ആ, വേറൊരു കാര്യം. അതൊക്കെ അവിടെ പറഞ്ഞാൽ മതി. ഓ, ഹലോ, ആ, ഇങ്ങോട്ടൊന്ന് വരൂ. എന്നിട്ട് അവർ എടുത്തോടാ അത്? ഇതീ പറയുന്നുള്ള നിസ്സാര കാര്യമില്ലാണോ? എടാ, ഊര് തന്നെ നടക്കുന്നവർക്ക് എവിടുന്ന അഡ്രസ്? പിന്നെ അവരത് എങ്ങനെ എടുക്കും? എടാ, അതിനാണോ പ്രശ്നം? ഒരു വോട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻകാരനെ വരെ കേരളീയമാരാക്കി കൊടുക്കുന്ന രാഷ്ട്രീയക്കാരുള്ളപ്പം നമുക്കിത് വല്ലതും പ്രശ്നമാണോ? അങ്ങനെ തിരിച്ചറിയ കാർഡിൻ്റെ ഫോട്ടോ എടുക്കുന്ന ദിവസം ഞാൻ അവരെ അവിടെ വെച്ച് കണ്ടു. ആ, വരുന്നു, ഞാൻ ഓഫീസിൽ കാണും. പെട്ടെന്ന് വരാം. ആ, ഓക്കെ. ആ, ചേട്ടാ, ഫോട്ടോ ഒക്കെ എടുത്തോ? ആ, മോനോ? ഇല്ല, കൊച്ചിഞ്ഞ് വന്നോട്ടെന്ന് കരുതി അവൾ വേഗക്ക് പോയതല്ലേ. വീട്ടിൽ ചെന്നിട്ട് ഇപ്പം ഇങ്ങെത്തും. അപ്പൊ ശരി, ആയിക്കോട്ടെ. ആ മോനെ, ആ, വലിയ ഉപകാരം. എന്തിന്? മോൻ ഇടപെട്ടത് കൊണ്ടാ ഞങ്ങൾക്ക് സെക്രട്ടറിയുടെ കത്ത് പെട്ടെന്ന് കിട്ടിയത്. ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. എനിക്ക് ഈ ഓഫീസിൽ നിറയെ പരിചയക്കാരാ, അത്രേ ഉള്ളൂ. അപ്പൊ ശരി, ആയിക്കോട്ടെ. ശരി.
മുട്ടിഞ്ഞ ബ്ലോക്ക്. ആശം പിടിക്കാനായിട്ട് ആ കോളനി വഴി എങ്ങാനും പോവാം. மாமாவா எப்ப வந்தீங்க? இப்போதான். இங்க யாரும் இல்லையா? இந்த ஊராட்சியில பேரு சேர்க்கறதுக்காக அப்பாவும் சின்னும் போயிருக்கேன். என்னையும் வர சொன்னேன். அப்படியா? என்ன இப்போ அடுத்த வாரம் தான் வரேன்னு சொன்னேன். ஆமா, ஒரு லோடு கிடைச்சாச்சு. அதை முடிச்சிட்டு போன வழி இந்த இடத்த லோடு இருந்தா எடுத்துட்டு போனேன்னு நினைச்சேன். கொஞ்சம் லோடு இருக்கு, எடுத்துக்கோ. நீங்க உட்காருங்கோ, நான் சீக்கிரமா வரேன். எங்க அம்மா சீக்கிரமா போறேன்? இது பாரு, இந்த மொபைல் புதுசு, உனக்கு தேவை இருக்கு, சிம்மும் போட்டிருக்கு. இது என்னோட நம்பர், தேவை இருந்தா நிறைய பேசுங்கோ, சும்மா தான் வச்சுக்கோ. எதுக்கு மாமா? எனக்கு வேணாம், நீ தான் வச்சுக்கோ. நீ இந்த உலகத்திலொன்னும் அல்லையா? மொபைலுக்கு ரொம்ப தேவை. இந்த பாரு, ரேடியோவும் மெமரி இருக்கு, நிறைய படமும் போட்டிருக்கு. பாரு. வேணாம் மாமா, நேரமாச்சு, உட்காருங்க. என்ன தாங்க இப்படி பேசுற? முன்னாடியா சினிமாவை பற்றி சொல்லலையா? அந்த ஆளு பெரிய டைரக்டர், உன்னை பார்க்கணும் சொல்லியாச்சு. பார்க்கணுமா? வேணாம் மாமா, எனக்கு சினிமாவே எனக்கு தேவையில்லை. மாமா போ. எங்க போற செல்லம்? ஏ மாமா, கைவிடு. நாடே விடு மாமா. நான் சும்மா இருடி. என்ன விளையாடுறியா? ஆளை பார்க்காத மாதிரி. மாமா விட சொன்னேன். இந்த விடு மாமா. கண்ணு வச்சனா சரக்கு மொத்தமா எடுத்துட்டு வேண்டி விளையாடுறோம். என்னட்டி நாயே? மாமா, ரொம்ப நாளாச்சு உன் மேலே இந்த ஆசை இருக்கு. சும்மா இரு. சும்மா இரு. விளையாடுறது வேணாம், வேணாம். சத்தம் போடக்கூடாது, கொன்னிடுவேன். வரக்கூடாது, வரக்கூடாது மாமா. மாமா வரக்கூடாது, கொன்னுடுவேன். கிட்ட வரக்கூடாது, கொன்னுடுவேன். ஆளை விட்டு அடிக்கிறியா? உன்னை நான் உன்னை விட மாட்டேன், உன்னை விட மாட்டேன். பழனி முன்னாடி யாருந்தா நீ பார்க்க போற? എന്നിട്ട് എന്നിട്ടെന്താവാൻ?
എടാ അവളെ കാണാതെ വന്നപ്പോൾ കിളവൻ തിരിച്ചു വന്നു. അതുവരെ ഞാനവിടെ നിന്നു. ആ പിന്നെ ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? എടാ ഭാവി നീ വലിയ ഡയറക്ടറൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നിനക്കിതൊക്കെ ഉപകരിക്കും. അതുകൊണ്ടാ. എന്നിട്ട് നീ പറ, ബാക്കി പറ. ആ അത് ശരി, കഥ കേട്ട് രസം പിടിച്ചല്ലേ? ഇച്ചിരി എരിവും പുളിയൊക്കെ ആയപ്പോൾ മോനങ്ങ് സുഖിച്ചു അല്ലേ? അതൊന്നുമല്ല, നായകൻ നായികയെ രക്ഷിച്ച സ്ഥിതിക്ക് ഒരു ലവ് സോങ്ങിനുള്ള ചാൻസ് ഉണ്ട്. ബെസ്റ്റ്. അങ്ങനെയാണ് സോങ് തീരുന്നതിന് മുമ്പ് ഞാൻ അകത്ത് കിടക്കുന്ന സീനായിരിക്കും ജമ്പ് ചെയ്ത് വരുന്നത്. എടാ ആ കൊച്ചിന് പ്രായപൂർത്തിയായിട്ടില്ല, പീഡന കേസിന് ഞാൻ അകത്തു പോവും. എൻ്റെ ടാഗ് കണ്ടോടാ? എനിക്ക് ആ ക്യാമറമാൻ ടോണി ഒന്ന് പൊക്കണം. ഇന്നലെ തന്നെ കെട്ടുവിടാതെ എവിടെയെങ്കിലും പോയി കിടന്ന് ഉറക്കം വിളിച്ചു നോക്കട്ടെ. അപ്പം നീ അവരെക്കുറിച്ച് അന്വേഷിച്ചതേ ഇല്ലേ? ചേട്ടാ ഇത് വലിയ കുരിശായല്ലോ. മോനൊരു കാര്യം ചെയ്യും, നേരെ വണ്ടി എടുത്തോണ്ട് ആ ചേരിയിലോട്ട് ചെല്ല്. അവൾ അവിടെ എവിടെയേലും കാണും. എന്നിട്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. അവൾ അവളുടെ ചരിത്രവും ഹിസ്റ്ററിയും ഭൂമിശാസ്ത്രവും ഒക്കെ പറഞ്ഞു തരും. എടാ അതല്ല, കഥ അതുകൊണ്ട് അങ്ങ് തീരുന്നില്ല. അതാ. നീ പറഞ്ഞത് ശരിയാ. ആ സംഭവത്തിന് ശേഷം അവർ മേയറെ കാണാൻ പോയായിരുന്നു. ആ എവിടാ താമസം? എവിടാ താമസം? കോളനിയിലാ. ആ കോളനി 2-3 ഉണ്ടല്ലോ. അതിലേത് കോളനിയാ? റെയിൽവേ കോളനിയില്ല. ഓ റെയിൽവേ കോളനിയല്ല അല്ലേ? ആ മേയറെ കാണാനായിരിക്കും. കോളനി പൊളിക്കുവാന്ന് പറയുന്നത് കേട്ടല്ലോ. അതിന്റെ കാര്യത്തിനാണോ മേയറെ കാണാൻ പോന്നേ? അങ്ങനെ നല്ലൊരു മനുഷ്യനാ. തന്തപ്പടിയെ പോലെയൊന്നും അല്ല. അതെ, ചത്തുപോയവരെ കുറ്റം പറയരുതെന്നാ. എന്നാലും പറയാതിരിക്കുന്നത് എങ്ങനെയാ? തന്തപ്പടി അറുത്ത കൈക്ക് ഉപ്പ് വെക്കാത്ത ഒരാളല്ലായിരുന്നോ? പെട്ടെന്ന് പോയത് നന്നായി. മക്കളാ? അല്ല മക്കളാണോന്ന്. താമസിച്ച കല്യാണം കഴിച്ചതല്ലേ? പിള്ളേരെ കണ്ടപ്പോ തോന്നി. സ്ഥലമായില്ലേ? ഇതാ സ്ഥലം. ഇറങ്ങിക്കോ. എന്താ? അത് മേയറെ ഒന്ന് കാണാനാ വന്നത്. ഡാഡി ഇവിടെ ഇല്ലല്ലോ, ട്രിവാൻഡ്രം പോയിരിക്കുക. മറ്റന്നാളെ വരൂ. എന്താ കാര്യം? ഒരു അപേക്ഷ കൊടുക്കാനുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ എന്തെങ്കിലും ആണെങ്കിൽ ഓഫീസിൽ കൊടുത്താൽ മതി. ഇവിടെ അതൊന്നും സ്വീകരിക്കില്ല. വാ മക്കളെ.
മക്കളെ എവിടെ പോയി ഇവരെല്ലാം? എന്താ ദൈവമേ, എവിടെ പോയി മക്കളെ? എവിടെയാടി നിങ്ങൾ? അയ്യോ എന്താ ദൈവമേ, മക്കളെ എവിടെ പോയി? എവിടെയാടി നിങ്ങൾ? കണ്ടിട്ടല്ല മക്കളെ. അയ്യോ അമ്മേ, പോയട. അയ്യോ അയ്യോ മക്കളെ, അയ്യോ അയ്യോ അയ്യോ, എനിക്ക് എന്റെ മക്കളെ വേണം. എന്റെ ദൈവമേ, അയ്യോ അയ്യോ മക്കളെ, അയ്യോ അയ്യോ മക്കളെ, അയ്യോ എന്റെ മക്കളെ, എന്തിയടാ, എവിടെ പോയി എന്റെ മക്കളെ? ഓടി വാടാ, ഈ അമ്മായി താങ്ങാൻ ആളില്ലടാ. അതൊക്കെ അല്ലേ? ആ ആ ആ അതന്നെ. പ്രദീപേട്ടാ, പ്രദീപേട്ടനെ ആരോ അന്വേഷിക്കുന്നു. എവിടെ? ബാക്കില്. ബാക്കിലോ? നീ ഒന്ന് നോക്കി. അതാരടാ ബാക്കി വന്നേക്കുന്നു? ആ ചേട്ടനോ? എന്താ ചേട്ടാ, എന്താ കാര്യം? തന്നെയുള്ളോ? മൂത്തവള് വേലയ്ക്ക് പോയി, ജീവിക്കണ്ടേ. ആ മുത്തുവിൻ്റെ ഓട്ടോ ആക്രിയുമായി വന്നപ്പോൾ ഞങ്ങൾ അതിൽ കയറി ഇഞ്ഞു പോന്നു. അവനാ ഇവിടെ കൊണ്ട് വിട്ടത്. എന്താ കാര്യം? ഉണ്ട് മോന്, തിരക്കുണ്ടോ? ഏയ് ഇല്ല, ചേട്ടൻ പറഞ്ഞു. അതേ, നമ്മുടെ കാര്യത്തിനായിട്ട് 2-3 തവണ കോർപ്പറേഷനിലൊക്കെ പോയിരുന്നു. പക്ഷേ ഉടനെ ഒന്നും തീരുമാനമുണ്ടാവത്തില്ലെന്നാ തോന്നണം. ഏയ് അങ്ങനെയല്ല. കോളനി ഒഴിപ്പിക്കുന്നതിന് മുമ്പ് അവിടെ താമസിക്കുന്നവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാമെന്ന് കോർപ്പറേഷൻ ഉറപ്പ് വന്നിട്ടുള്ളതല്ലേ? ഒരു കുഴപ്പവും വരത്തില്ല. അല്ല, പേടിയുണ്ടായിട്ടല്ല. എന്നാലും ഒരു ഉറപ്പിന് ഈയിടെ ആയിട്ട് എന്തോ ഒരു ഉറപ്പില്ലായ്മ. പ്രായമായി വരികയല്ലേ, ഉറക്കവും തീരെയില്ല. ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഒരു തലകറക്കം, അതൊട്ട് മാറുന്നുമില്ല. ഏയ് അതൊന്നും സാരമില്ലെന്നേ. അങ്ങനെയാണ് ഞാനും കരുതിയിരുന്നത്. പക്ഷേ ഇപ്പം ഇവരുടെ കാര്യം ആലോചിക്കുമ്പോൾ 2 പെൺപിള്ളേരല്ലേ. അതാ, മൂത്തതാണെങ്കിൽ പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയും. കഴിഞ്ഞ തവണ മോനില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇനി അങ്ങനെ ഒന്നും വരില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. അത് മോൻ്റെ നല്ല മനസ്സുകൊണ്ട് പറയുന്നതാ. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. കണ്ണാണോ കാലാണോ വളരുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുക എല്ലാവരും.
ഈ കണ്ണുപൊട്ടന് അത് കാണാം. അതുകൊണ്ടാ ഞാനിപ്പോ തേടി വന്നത്. അതെ, ഈ അനാഥരായവരെയൊക്കെ ഏൽപ്പിക്കുന്ന ചില സ്ഥലങ്ങളില്ലേ, മോന് അതൊക്കെ അറിയാമല്ലോ. അറിയാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എൻ്റെ മക്കളെ ഒന്ന് ആക്കിത്തരാവോ? എൻ്റെ കാര്യം സാരമില്ല, പക്ഷേ എൻ്റെ മക്കൾ അനാഥരാവരുത്. അല്ല, പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാ നമുക്ക് അന്വേഷിക്കാം. എനിക്ക് ചോദിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മോനെ ബുദ്ധിമുട്ടിക്കുന്നത്. ബുദ്ധിമുട്ടൊന്നും സാരമില്ല, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. വലിയ ഉപകാരം. മോൻ്റെ പണി നടക്കട്ടെ. മോളെ പോകാം. ഒന്ന് നിന്നേ. എങ്ങനെയാ പോകുന്നേ? ഇതിരിക്കട്ടെ കേട്ടോ. ഏയ് വേണ്ട വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. മോൾ ഇത് വെച്ചു. മുട്ടായി വാങ്ങിച്ചിട്ടേ ചേച്ചിക്കും കൂടി കൊടുക്കണം കേട്ടോ. കാണുമ്പോ അടിയാണെങ്കിലും രണ്ടും വലിയ സ്നേഹമാണ്. ഇവിടെ അമ്മയാ ചേച്ചി. ഉപ്പത്തൊട്ടിന്ന് കിട്ടുമ്പോ കിളിക്കുഞ്ഞിന്റെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര നാൾ കൊണ്ടാ ഒന്ന് പ്രാഞ്ചാറാക്കിയത്. അപ്പോ ഇത് ചേട്ടന്റെ മോളല്ലേ? ഞാനതിന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഇതുപോലെ തന്നെയാ മൂത്തവളുടെയും കഥ. കിട്ടുമ്പം കിളിക്കുഞ്ഞു പോലെ ആയിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടു വളർത്താൻ. ഇപ്പൊ കണ്ണ് കാണാൻ മേലാതായതോടെ എൻ്റെ വേല കൂടി അവൾ ഒറ്റക്കാ ചെയ്യണത്. അതാ ഒരു വിഷമം. എന്നാ ചെയ്യാൻ? അതൊന്നും സാരമില്ലെന്നേ, എല്ലാം ശരിയാവും. ഓട്ടോ ഓട്ടോ ഓട്ടോ. അതെ, ഇവര് റെയിൽവേ കോളനിയാണ് അവിടെ വിട്ടത്. ഹലോ, അതെ, എപ്പോ? ഇതെവിടെയത്? ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ ഓക്കെ, ഞാൻ ദേ ഇപ്പോൾ വരാം. ഉടനെ വരാം. ഓക്കെ ഓക്കെ. എടാ, വേറൊരു സീരിയസ് മാറ്റർ. ഒരു മർഡർ നടന്നിരിക്കുന്നു ടി ബി റോഡില്ല. നീ ഇപ്പം പോ. നിന്റെ നായിക നമുക്ക് വൈകുന്നേരം തപ്പാം. എടാ, ഞാൻ ആ ക്യാമറമാൻ ടോണി ഒന്ന് വിളിക്കട്ടെ. ഹലോ, നീ എവിടാ? നീ പെട്ടെന്ന് ഓഫീസ് വാ. എമർജൻസി ഉണ്ട്, നീ പെട്ടെന്ന് വാ. പെട്ടെന്ന് വാ. ശരി എന്നാ, നീ ഇപ്പം പോ, ഞാൻ വിളിച്ചേക്കാം. സമയമില്ലാത്ത സമയത്ത് ഓരോ വയ്യാവേലി വരുന്നേ. ഇവൻ്റെ ഒക്കെ
നീചരായ സജ്ജനങ്ങളാൽ അവമതിക്കപ്പെട്ട ഈ നിരാലംബയുടെ അകമുറിഞ്ഞൊഴുകുന്ന ചുടുനീരിനായി ഈ സപ്തസാഗരമാകുമ്പോൾ ലജ്ജയില്ലേ മഹാന്മാരെ നിശേഷം തലകൊണ്ടിരിക്കാൻ? എന്താണ് ആരും അക്ഷരം പോലും മുറിയിടാത്തത്? അവതാര പെരുമ കൊണ്ട് പുകൾപ്പറ്റ ഈ ഭാരതഭൂമിയിൽ 33 ദൈവങ്ങളും കാവൽ നിൽക്കുന്ന ഈ ദൈവഭൂമിയിൽ നീതി നിഷേധിക്കപ്പെട്ട ഈ പെൺശബ്ദത്തിന് മറുവാക്കു ചൊല്ലാൻ ആളൊരുത്തരില്ലെന്നോ? ഇതാരാ ചേട്ടാ ഇത്? അത് ഈ ടൗണിൽ കൂടെ ആക്രിവർക്ക് നടക്കുന്ന പെണ്ണാ. ഓ അതാണോ? കാല് കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. പറഞ്ഞിട്ടെന്നാ കാര്യം? കോലെ തുണി കിട്ടിയാലും വെറുതെ വിടാത്ത നാടല്ലേ ഇത്. അത് ശരിയാ. അതൊക്കെ ശരിയാ. ഈ പെണ്ണുങ്ങളെ കൂടെ കുറച്ചൊക്കെ ശ്രദ്ധിക്കണമേ. ഓരോരുത്തിമാരുടെ നടപ്പ് കണ്ട ആർക്കാണെന്ന് പീഡിപ്പിക്കാൻ തോന്നാത്തെ. അത് ശരിയാണ്. ഓ ഈ പ്രായത്തിൽ ഇങ്ങനെ അഴിച്ചു വിട്ടാന്ന് വെച്ചാൽ നാളെ കവല വെച്ച് ഞാൻ കണ്ടതാ. 3-4 കടാമുട്ടന്മാർ തടഞ്ഞു വെച്ചിരിക്കുന്നു. അന്നേരം ഞാൻ വിചാരിച്ചതാ ഈ കൊച്ചിൻ്റെ കാര്യം പോക്കാണല്ലോ എന്ന്. കാലം ഇതായില്ലേ, ഇങ്ങനെയാണ് കാലം ഇതാണ്, ശ്രദ്ധിക്കാൻ പറ്റാത്ത കാലം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ഇനിയും ഉണ്ടാവും. പോകാനുള്ളത് പോയി. നീ പറഞ്ഞിട്ടുള്ള കാര്യം സമയമില്ല ചേട്ടാ. എന്തായി പറഞ്ഞിട്ട് സമയം അറിയണം പോലും. ഇളിച്ചോ രാവിലെ തുടങ്ങിയതാണല്ലോ ഈ കുപ്പിയായിട്ടുള്ള ഗുസ്തിയെ. ഞാൻ പോയിട്ട് വരുമ്പോ ഇതെല്ലാം ചാക്കിലാക്കി വെച്ചോണം. വണ്ടി വരുന്നതാ. പറഞ്ഞേക്കാം. സിലോണിൽ ഇപ്പം മഴയാണെന്നാ തോന്നണത്. ഓ സിലോൺ, ഞാൻ വല്ലതും പറഞ്ഞോണ്ടല്ലോ. ഞാൻ എത്ര വട്ടം പറഞ്ഞു ഈ ചത്ത സ്വതന്ത്രം കൂടി കളയാൻ. ഒരു പോട്ട നിനക്ക് എന്നാ സോക്കേട്? തുള്ളണ്ട. ആ പരട്ട് മുനിയാണ്ടേ പോലല്ലേ പുതിയ ആള്. ലോഡ് കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ അയാളുടെ പാടിന് പോ. പറഞ്ഞേക്കാം. നിന്നോട് കൂടെ പറഞ്ഞു പോയി ചാക്കെടുത്ത് കൊടുക്കടി. ഞാൻ വെച്ചിട്ടുണ്ട്.
എന്ത് പറ്റി മോളെ നിന്റെ അക്കായിക്ക്? ആ എനിക്കറിയത്തില്ല, ചേച്ചിക്കേ മൂഷാട്ടയാ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഇവിടുന്ന് ശരിയാവില്ല. പല പേരേസും മതിയാവും. ചുമ്മാ പരിപാടി പോയാ നേരത്തെ പറഞ്ഞ വാങ്ങരുതാണ്. അപ്പാ എനിക്ക് വിശക്കുന്നു. മിണ്ടാതിരുന്നോണ്ട് അവിടെ. നാഴിക 40 ഉരുട്ട് വിഴുങ്ങാനേ നിന്റെ അപ്പ വല്ല ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? അവളുടെ ഒരു വിശപ്പ്. സ്കൂളിൽ പോവാനോ തരമില്ല എന്ന് കിട്ടുന്ന സമയത്ത് 2 അക്ഷരം പഠിച്ചെന്നോർത്ത് അതെങ്ങനെയാ? ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ. മറ്റുള്ളവർ ഇവിടെ കിടന്ന് എത്രമാത്രം കഷ്ടപ്പെടുന്നതെന്ന് ആർക്കെങ്കിലും അറിയേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് ഇവിടെ കൊണ്ട് വെച്ചത്. എന്താ മോളെ പ്രശ്നം? ഓ എന്നാ പ്രശ്നം? അതെ, കോയമ്പത്തൂരിന്ന് പുതിയൊരു കൂട്ടര് വന്നായിരുന്നു. പഴയ സാധനങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡാന്നാ പറയുന്നേ. കാർന്നോരെ അങ്ങ് തൂക്കി വിറ്റാലോന്നേ പൊന്നുമോനോട് ചോദിക്കുമായിരുന്നു. എന്താ നോക്കട്ടെ, പ്രശ്നം അന്വേഷിക്കാൻ വന്നേക്കുന്നു. മൂക്കുമുട്ട തിന്ന മാത്രമല്ല എല്ലാത്തിനും കൊണ്ട് പറ്റുള്ളൂ. എന്നിട്ട് കാര്യം വിധി. തിന്നാൻ ചോദിച്ചാണ് അബ്ബായി ഈ ചേച്ചി വഴക്കുണ്ടാക്കുന്നത്, അറിയാവോ? അതൊന്നും അല്ല കാര്യം. പിന്നെ നീ പഠിച്ച് വലിയ ആളാകുന്നതിനുള്ള കുശുമ്പ ആണോ? ആ ഞാൻ കാണിച്ചു കൊടുക്കാം. 1 2 2 2 4. അടുത്ത ദിവസം വേറൊന്നും ഇതല്ലെങ്കിൽ വേറൊന്നും അങ്ങനെ ഒന്നുകൊണ്ടേ ഡാ വണ്ടി ഒന്ന് നിർത്തി. അവിടെ ഒരാൾക്കൂട്ടം. വാ നോക്കിട്ട് പോ. ഞാൻ വേറെ വഴിക്കാം. ഓക്കെ. ആ ശരി ശരി. ആ ഞാൻ തിരിച്ചു വിളിക്കും. തട്ടാ ചേട്ടാ. ആയിക്കോട്ടെ. പുതിയതാണോ ഇത്? ആണെങ്കിൽ അല്ല, നല്ല ക്ലിയറാ, അതുകൊണ്ട് ചോദിച്ചതാ. ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടേ? ഓ എനിക്കൊന്നും വേണ്ടേ.
നമ്മൾ ഈ കേസ് കേട്ട് വിട്ടേ. ശ്ശെ. ഇവന്മാരെ മരിച്ചു കിടന്നെടുക്കുന്നതിന്റെ കാര്യം എന്നാന്നറിയാവോ? പല ഫേസ്ബുക്കിൽ ഇടാനായിരിക്കുന്നേ. അല്ലെന്ന്, ആ കൊച്ചിന്റെ കാലിച്ചിരി കാണാം. അതായി സൂം ചെയ്തുള്ള എടുപ്പ്. ചുമ്മാ അനാവശ്യം പറഞ്ഞാണല്ലോ. അനാവശ്യം പറഞ്ഞാൽ നീ എന്നാ ചെയ്യൂടാ? വേണ്ട 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 സോണിച്ചെടുത്ത് കളിക്കരുതേ. വേണ്ട കളിക്കരുതേ. ഇവന്മാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവന്മാരെ തന്തമാരെ പറഞ്ഞാൽ മതി. അവന്മാർക്ക് കാണാൻ പറ്റാത്ത അന്താരാഷ്ട്ര കാര്യങ്ങൾ അന്താരാഷ്ട്ര നിലവിൽ കണ്ടോട്ടെന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര മൊബൈലും കൊടുത്തങ്ങ് വിട്ടേക്കുക. അങ്ങ് സൂം ചെയ്തോണ്ട് അവന്മാരറിയുന്നുണ്ടോ ഇവന്മാർ അന്താരാഷ്ട്ര കൂതറകളാന്നുള്ള കാര്യം? സോണിച്ചിട്ട് അവന്റെ കളി ഇവിടുന്ന് വരുന്നു. കഷ്ടം. ഇവനെന്താ ഇവിടെ? നീ പോയില്ലേ? പോയി നോക്കടാ. அது ഞാൻ எங்களை பிடிக்கிறதுக்கு நீங்க யாரு சொல்லு. உங்களுக்கு யார் அதிகாரம் கொடுத்தே? അത് അപ്പാ പറഞ്ഞപ്പോ എനിക്കും തോന്നി അതാ നല്ലതെന്ന്. எது நல்லது எது கெட்டதுன்னு எப்படி உங்களுக்கு தெரியும்? ஏன் மேல முடிவெடுக்கிறதுக்கு நீங்க யாரு சொல்லு. ആര് முடிவெடுத்துன்னு? நீங்க தான். தெரியுமா உங்களுக்கு? ஏன் மேலேயும் சின்ன மேலேயும் அவ எவ்வளவு கஷ்டப்படுற. இப்ப அவக்கு ரொம்ப வயசாச்சு. எனக்கு தெரியும் அவ என்ன நிற்கிறேன்னு. அது நான் எத்தனை கஷ்டப்பட்டாலும் சரி உயிரோடு இருந்தா ഞാൻ അവരോട് தான் വാഴും. தெரியுமா? അതൊക്കെ നിങ്ങളുടെ കാര്യം. അപ്പ എന്നോട് പറയാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പാക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്. എന്നെ ഭാവി സർ? അനാഥരായ ഞങ്ങൾക്ക് എന്ത് ഭാവിയാ ഉള്ളത്? അല്ലെങ്കിൽ തന്നെ ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത സങ്കടം അതിലും എന്ത് വിഷമാ നിങ്ങൾക്കുള്ളത്? എന്തായാലും ഞാൻ മേയറോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉറപ്പായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതൊന്ന് പറയാൻ വേണ്ടി വന്ന. ശരിയെന്നാ പോട്ടെ. கொஞ்சம் நில்லு சார். எனக்கு தெரியும் எனக்காய்
உங்க ரொம்ப கஷ்டப்படுறேன். ரொம்ப தேங்க்ஸ். അല്ല അത് ஆனா இனிமே அது வேண்டாம். விட்டுடுங்க. நீங்க ரொம்ப நல்லவன். உங்க மாதிரி ஆள்களே இந்த உலகத்தில் ரொம்ப தேவை. ஆனா எங்க மாதிரி ஏழை பசங்களே இந்த உலகத்தில் தேவையில்லை. அதனாலே இனிமே நம்ம வந்து பார்க்க கூடாது. தெரியுமா? இது நான் சொன்னதல்லே. நேற்று கருவில் வந்து சொன்னது. ആര്? கடவுள். കുറെ കൂടി സത്യം കണ്ടതായിരുന്നു. ചേട്ടാ എടുക്കണ്ടേ? ഈ അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളും പീഡന പരമ്പരകളും ഒക്കെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള തികഞ്ഞ അനാസ്ഥ കൊണ്ടാണെന്ന് പരക്കെ പരാതി ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഇന്ന് ഈ പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നത്. വർഷങ്ങളായി നഗരപ്രാന്തങ്ങളിൽ ആക്രിപെറുക്കിയും മറ്റും ജീവിച്ചിരുന്ന നാടോടി കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയാണ് ഇന്നിവിടെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, പീഡനങ്ങളും പീഡന പരമ്പരകളുമൊക്കെ നിത്യസംഭവങ്ങളായ നമ്മുടെ നാട്ടിൽ, സ്വന്തം പെൺമക്കളുടെ മാനത്തിന് പോലും വിലയിട്ടിരിക്കുന്ന പിതാക്കന്മാരുള്ള നമ്മുടെ നാട്ടിൽ, പിച്ച് ചിന്തപ്പെട്ട ഈ പെൺകുട്ടിയുടെ മാനത്തിനും ജീവനും സ്വല്പം പോലും വിലമതിക്കാത്ത മഹാന്മാർ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുമ്പിൽ എത്തുമെന്ന് വൃഥ ആഗ്രഹിച്ചുകൊണ്ട് ക്യാമറമാൻ ടോണിയോടൊപ്പം ആ പ്രദീപേ, മിനിസ്റ്ററുടെ പരിപാടി 11 മണിക്കാണ്. ഓർമ്മയുണ്ടല്ലോ? അറിയാം. ലേശം നേരത്തെ എത്തിയേക്കണം. അവിടെ എന്താ ഒരു ആൾക്കൂട്ടം? സാർ, അതൊരു ബോഡി. സാർ, നാളെ ഞാൻ ഒരു അപേക്ഷ തന്നില്ലായിരുന്നോ ആ കോളനി താമസിക്കുന്നു? ആ കൊച്ചിൻ്റെ. സാർ. ആ, പ്രദീപേ പറഞ്ഞ പോലെ ശരി സാർ, നേരത്തെ വരുമല്ലോ. എത്തിയേക്കാം. ആ, ഹലോ. എന്താ എൻ്റെ സാറന്മാരെ ഇത്? എത്ര നേരമായി ഇതിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്? അതിന് മിനിസ്റ്റർ 11 മണിക്കല്ല വരുന്നേ. നിങ്ങൾക്കറിയില്ലേ, ഇതെന്റെ വാർഡല്ലേ? ഏതായാലും നാറുന്നതിന് മുമ്പ് ഒന്ന് മാറ്റാൻ നോക്ക്.
കാര്യം കഴിയുമ്പോൾ ഓരോരുത്തന്മാർ കൊണ്ട് ഇട്ടോളും മനുഷ്യനെ നാറ്റിക്കാൻ. വിഷമിക്കാതെ മക്കളെ, നമ്മൾ ഊര് തണ്ടികൾക്ക് ഇതൊക്കെ പതിവാണ്. മോളിനി ആ ഭാഗത്തേക്ക് പോകണ്ട. എൻ്റെ കണ്ണ് കാണാൻ വയ്യാത്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ മോളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമായിരുന്നു. അതിനപ്പ വിഷമിക്കുന്ന എന്തിനാ ഒക്കെ എനിക്കറിയാം. എന്നാലും ചിലപ്പോഴൊക്കെ എനിക്ക് പേടിയാവുക. വെളിയിൽ പോയാൽ തിരിച്ചു വരാൻ പറ്റുമോ തന്നെ സംശയം. മോളെ, അതെ അപ്പ, ചെകുത്തന്മാരാ പുറത്തല്ല. പല്ലടിച്ച് കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചിരിക്കുകയാണെന്ന്. പക്ഷേ അടുത്ത് ചെല്ലുമ്പോഴല്ലേ. സാരമില്ല മക്കളെ, ആരുമില്ലാത്തവർക്ക് ദൈവങ്ങളുണ്ട് തുണ. ദൈവങ്ങൾ ആരാ അപ്പ നമ്മുടെ ദൈവങ്ങള്? ദേവാലയങ്ങളെ കയറി സൂചിച്ചിരിക്കുന്ന കുറെ കൽവിഗ്രഹങ്ങളോ അതോ ചുറ്റും കാണുന്ന കുറെ മനുഷ്യ ദൈവങ്ങളോ? എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പ ഈ ദൈവങ്ങളെ. പക്ഷേ ഒന്നെനിക്കറിയാം, ഈ ദൈവങ്ങളെല്ലാം കൂടി ചേർന്നാണ് അപ്പയുടെ മോക്ക് വിലയിട്ടിരിക്കുന്നത്. മോളെ, വാ. എനിക്കറിയില്ലപ്പ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത് ആർക്കാപ്പ ഇത്ര പിടിക്കാത്തത്? എന്ത് തെറ്റാ നമ്മൾ അവരോടൊക്കെ ചെയ്തത്? ഇങ്ങനെ ഒന്നും പറയാതെ മക്കളെ. കുപ്പത്തൊട്ടിന്ന് ഞങ്ങൾ എടുത്തു വളർത്തിയ അപ്പ അല്ലേ ഞങ്ങളുടെ ദൈവം? ഇതിലും വലിയൊരു ദൈവം ഞങ്ങൾക്ക് വേണ്ടപ്പ. മോളെ, മാറിക്കടോ. ജോർജ്, ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി എടുക്കാൻ നോക്ക്. ആരെങ്കിലും ആ കിളവനെ അങ്ങോട്ട് കൊണ്ടുപോടും. ഹലോ സാർ, ഞങ്ങൾ സ്ഥലത്തുണ്ട് സാർ. അത് ബോഡി നമ്മുടെ ഏരിയയിലാണ് സാർ. അതാണ് സാർ പ്രശ്നം. അതെ സാർ, ഒരു കിളവനും ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. ഇല്ല, വേറെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് സാറേ, ആ ലോക്കൽ ചാനലുകാർ വന്നിട്ടുണ്ട്. അത് ഞാൻ നോക്കിക്കോളാം സാർ, നോ പ്രോബ്ലം. ഓക്കെ സാർ, ഓക്കെ. അപ്പോൾ ശരി സാർ. ഇങ്ങോട്ട് മാറിയിക്കടോ. ഇയാൾക്ക് കണ്ണ് കാണാമല്ല സാറേ. എന്താണ് തോൻ്റെ പേര്? ജാമി. എത്ര കാലമായിട്ടുണ്ടോ ഇവിടെ? 2-3 വർഷമായി സാറേ. ആ കിടക്കുന്നവൻ്റെ ആരാ? എൻ്റെ മോളാ സാറേ. അപ്പൊ ഇതോ? ഇതും മോളാ സാറേ. താനെന്താ ആളെ കളിയാക്കണം?
എടോ കുഴിയിലേക്ക് കാലം നീട്ടിരിക്കുന്ന തനിക്ക് എവിടെ നടൂ കിളിക്കുഞ്ഞു പോലത്തെ 2 പെമ്പിള്ളേര്? സത്യം പറഞ്ഞോ, എവിടെ നിന്ന് അടിച്ചോണ്ട് വന്നാടോ ഇവരെ? അയ്യോ സാറേ, അടിച്ചോണ്ട് വന്നതൊന്നും അല്ല സാറേ. പിന്നെ ഊര് തണ്ടി നടന്നപ്പം കുപ്പത്തൊട്ടിന്ന് കിട്ടിയതാ ആ കിടക്കുന്നത്. ഇവള് ചത്തുപോയ അമ്മയുടെ അടുത്തിരുന്ന് കരയുന്നു. വിട്ടിട്ട് പോരാ മനസ്സ് വന്നില്ല സാറേ, അതാ കൂടെ കൂട്ടിയത്. അല്ലാതെ പിള്ളേരെ വെച്ച് കാശുണ്ടാക്കാൻ ഇറങ്ങിയതല്ല. അയ്യോ അങ്ങനെ പറയരുത് സാറേ, ഞങ്ങൾ അത്തരക്കാരല്ല. അന്വേഷിച്ചാൽ അറിയാം ഞങ്ങളെ പറ്റി. ആ അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. പിന്നെ തനിക്കാരെങ്കിലും സംശയമുണ്ടോ? കണ്ണുപൊട്ടനായ ഞാൻ ആരെയും സംശയിക്കാനാ സാറേ? എനിക്ക് ആരെയും സംശയമില്ല. അപ്പോൾ ശരി, എന്തെങ്കിലും ആവശ്യം വന്നാൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. അന്നേരം അങ്ങ് വന്നേക്കണം. ജോർജേ, ഞാൻ TV കാണും, ഫോൺ ചെയ്താൽ മതി. ആ വണ്ടി കയറോ. அப்பா என்ன அப்பா யோசிக்கிற? ഒന്നുമില്ല തങ്കം. அப்பா நான் ஒரு வார்த்தை கேட்டா உண்மை சொல்லுமா? சின்னுன்னு யாருமே இல்லையா? என்ன பண்ணுவேன் அப்பா? அவ வந்து பெரிய ஆளா வருது. இந்த உலகத்துல அவ என்ன பண்ணுவேன் அப்பா? ஏதாவது ஆள் இருந்தா அங்கே சேர்த்து வைப்பேன் அப்பா. அப்பா உண்மையா இவ காரியமே இல்லையா? தெரியாது. ഇത് സാർ ഒരു പ്രസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ താമസിച്ചത്. ശരി. ആ നമ്മുടെ ഈ കോർപ്പറേഷന്റെ ഒരു പുനരധിവാസ പദ്ധതി ഉണ്ടായിരുന്നു. മുൻ മേയറും എൻ്റെ പിതാവുമായ ഫെർണാണ്ടസ് ചിമ്മിനിയുടെ പേരിലാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ കുട്ടിയുടെ കുടുംബത്തെയാണ് നമ്മൾ ആദ്യമായി പരിഗണിച്ചത്. നിർഭാഗ്യവശാൽ ഇങ്ങനെയൊരു സ്ഥിതി ഇവർക്കുണ്ടായിരിക്കുകയാണ്. ഏതായാലും ഇതിൻ്റെ പിൻപിലുള്ള ആ ദുഷ്ടശക്തികളെ കണ്ടുപിടിക്കാനും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും വേണ്ടതെല്ലാം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായങ്ങളും ചെയ്തിരിക്കും. അപ്പൊ ശരി, വരട്ടെ. ആ
സാർ. ആ പ്രദീപേ, താൻ വൈകിട്ട് എന്നെ ഒന്ന് വിളിക്കണം. ശരി സാർ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. സോറി ഡാഡ്. அப்பா உண்மையா இவ காரியமே இல்லையா? தெரியாது. ஆனா ചാമി, ഇത് എന്റെ മകൻ ചെയ്ത ഒരു കയ്യബദ്ധം. നാളെ അവന്റെ മുൻപിൽ ഇതൊരു ചോദ്യചിഹ്നമായി മാറരുത്. തീർത്തേക്ക്. പിന്നെ ഇത് ഒരു പ്രതിഫലമല്ല. ഇനി ഈ കണക്കുമായി ഒരിക്കലും എന്റെ മുൻപിൽ വന്ന് നിൽക്കാതിരിക്കുക. മനസ്സിലായി? ഡാഡി ഇവിടെ ഇല്ലല്ലോ. ട്രിവാൻഡ്രം പോയിരിക്കുക. മറ്റന്നാളെ വരൂ. വാ മക്കളെ. സാറേ, വേറൊരു കാര്യം. അതൊക്കെ അവിടെ പറഞ്ഞാ മതി. ഓ, ചാമി, ഇത് എന്റെ മകൻ ചെയ്ത ഒരു കയ്യബദ്ധം. തീർത്തേക്ക്. മുഖം ഓടിക്കും. രക്ഷിക്കേണ്ടവർ കാലം മറന്ന് മാനം കവരാൻ കാത്തു നിൽക്കുന്ന ഈ കുരുക്ഷേത്ര ഭൂമി കാരുണ്യമില്ലാത്ത ഏത് നീതി സംഹിതയാണ് ഈ ഉള്ളവർക്ക് ദാസ്യം വിധിച്ചത്? പറയൂ, ഏത് നീതിപീഠമാണ് ഭാരതപുത്രിയുടെ ആത്മാഭിമാനങ്ങൾക്ക് അകാല മൃത്യു വിധിച്ചത്?
അപ്പോൾ ശരി കാരണവരെ. അത് മോനും നമുക്ക് പോകാം. വേണ്ട മക്കളെ, ഞങ്ങൾ വന്നോളാം. ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം നിന്നോട്ടെ മക്കളെ. അല്ല, വണ്ടിയുണ്ട്, ഞങ്ങൾ കൊണ്ടുവിടാം. വേണ്ട മക്കളെ, അടുത്തല്ലേ, ഞങ്ങൾ പൊക്കോളാം. മോൻ പൊക്കോ. പോകാടാ. അപ്പായി പോവാ മക്കളെ. അപ്പായി പോകാം, നേരെ ഒത്തിരിയായി. ചിന്നു, അപ്പായി ചേച്ചി എങ്ങനെയാ ചത്തേ? മോള് നടക്ക്. അപ്പാ, ചേച്ചി ആരെ കൊന്നേ? മോള് നടക്ക്. ചിന്നു, അപ്പാ, ചേച്ചിയെ കൊന്ന പോലെ അവരെന്നെയും കൊല്ലുവോ? എന്താ മോള് ചോദിച്ചത്? ചേച്ചിയെ കൊന്ന പോലെ അവരെന്നെയും കൊല്ലുവോ? ഇല്ല, എന്റെ മോളെ അവരാരും ഒന്നും ചെയ്യില്ല. അതിനപ്പ സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ലടാ. നമുക്ക് പോകാം.
കൊന്ന പോലെ അവരെന്നെയും കൊല്ലുവോ? ഈ ദൈവങ്ങളെല്ലാം കൂടി ചേർന്നാണ് അപ്പയുടെ മോക്ക് വിലയിട്ടിരിക്കുന്നത്. അപ്പ നമുക്ക് പോകാം. അങ്ങോട്ടല്ല മോളെ, ഇങ്ങോട്ട്. ഇന്ന് നമുക്ക് ഇതിലേ പോകാം. ഇതാണ് ശരിയായ വഴി. നമുക്ക് പോകാം. കഥ അവസാനിക്കുകയാണ്. ഒരുപക്ഷെ നാളെ പുലരുന്നത് പുതിയൊരു കഥയുമായിട്ടായിരിക്കും. സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വീണൊരുകുന്ന കണ്ണീർ കണങ്ങളിൽ നിന്നും പുതിയൊരു കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ കഥ അവസാനിക്കുന്നില്ല.